ബഹുമാന്യ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന പ്രിയങ്കനായ സണ്ണി എം കവിക്കാട് അവർകളെ, ഈ വേദിയിൽ സ്വാഗതമരളിയ ഡോക്ടർ എം പി മനോജ്, ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ കടുത്തുരുത്തിയുടെ പ്രിയപ്പെട്ട MLA മോൻ ജോസഫ് അടക്കമുള്ള വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഈ അനുസ്മരണ സമ്മേളനത്തെ ധന്യമാക്കുവാൻ ആത്മീയ രംഗത്തുനിന്നും നമുക്ക് പിന്തുണയുമായി എത്തിയ ഗീവറീസ് മാർ കൂർലോസ് മെത്രാപ്പോലീത്ത, ഡോക്ടർ സുരേഷ് ഉൾപ്പെടെയുള്ള മറ്റ് പ്രമുഖരായ വ്യക്തിത്വങ്ങളെ, കൊച്ചേട്ടൻ്റെ ഓർമ്മകൾക്ക് ഒരു ആണ്ട് പിന്നിടുകയാണ്. ചിന്തകൻ, നിരൂപകൻ, അതിലുപരി ഒരു ദളിത് ചിന്തയ്ക്ക് കൂടുതലാക്കം കൂട്ടുകയും ഒരു പുതിയ എഴുത്തും വായനയും എന്ന സംസ്കാരത്തെ കേരള മണ്ണിൽ പരിചയപ്പെടുത്തുകയും ചെയ്തതിൽ കൊച്ചേട്ടൻ്റെ പങ്ക് വളരെ നിസ്തുലമാണ്, പ്രശംസനീയമാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന നിരൂപകരിലും ചിന്തകരിലും വ്യത്യസ്തമായി വേറിട്ട നിലയിൽ ദളിത് ചിന്തകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അദ്ദേഹം രചിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ദളിതൻ എന്ന പുസ്തകത്തിനാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് കൊടുത്ത് സ്വീകരിച്ചപ്പോഴാണ് കേരളം ഒരുപക്ഷെ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായി മാറിയത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്മരണ തുടിക്കുന്ന ഈ ഗൗരീശങ്കരം ഓഡിറ്റോറിയത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ പൊതുപ്രവർത്തന രംഗത്ത് അദ്ദേഹം നൽകിയിട്ടുള്ള വിലപ്പെട്ട സേവനങ്ങളും സംഭാവനകളെയുമൊക്കെ നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. എത്ര പറഞ്ഞാലും എത്ര വായിച്ചാലും തീരാത്ത പുസ്തകമാണ് കൊച്ചേട്ടൻ. എത്രയോ ചിന്തിച്ചാലും മതിവരാത്ത ഓർമ്മകൾ നൽകുന്ന അദ്ദേഹത്തിൻ്റെ സ്മരണ ഈ ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകുന്നതിന് അദ്ദേഹം പകർന്നു നൽകിയ കരുത്തും ആവേശവുമാണ് ഞങ്ങളൊക്കെ ഇന്ന് പൊതുരംഗത്ത് നിൽക്കുന്നത് എന്ന് പറയാതിരിക്കാൻ മാർഗമില്ല. രാഷ്ട്രീയ രംഗത്ത്, സാമൂഹ്യ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്തൊക്കെ അരികുവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി അവരുടെ ശബ്ദമായി മാറുന്നതിന് കൊച്ചേട്ടന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സമൂഹത്തെ അധികാരവർഗമാക്കി എങ്ങനെ മാറ്റണം, ഒരു സമൂഹത്തിൻ്റെ ദൈന്യത നിറഞ്ഞ മുഖഭാവത്തെ എങ്ങനെ രൂപപ്പെടുത്തി അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കണം എന്നതിലൊക്കെ കൊച്ചേട്ടൻ്റെ തീവ്രമായ ഇടപെടൽ കരുത്തും ആവേശവുമാണ്. ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു പാഠപുസ്തകമായി നമ്മുടെ മുമ്പിലുണ്ട്. എത്ര വായിച്ചാലും എത്ര എഴുതിയാലും തീരാത്ത ഒരു ഓർമ്മയായി നമ്മുടെ മുമ്പിൽ കൊച്ചേട്ടൻ്റെ സ്മരണകൾ അവശേഷിക്കുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച സ്വപ്നങ്ങളെ സാധൂകരിക്കാൻ നമുക്കിനിയും കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചിന്ത അടിസ്ഥാന വർഗങ്ങൾക്കുണ്ടാകേണ്ടതായിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ കാണുന്നത് സണ്ണി എം കവിക്കാടിലൂടെയും ആ മുഖത്തെ ഞങ്ങൾ നോക്കിക്കാണുകയാണ്. വരുന്ന കാലഘട്ടത്തിന് കൊച്ചേട്ടൻ്റെ ചിന്തകളിലൂടെ, മാർഗങ്ങളിലൂടെ ഈ സമൂഹത്തിന് കരുത്ത് പകരുവാൻ കഴിയുന്ന, സാഹിത്യരംഗത്തെ രചനകൾക്ക് മൂർച്ച കൂട്ടുവാൻ കഴിയുന്ന മറ്റൊരു വിപ്ലവകാരിയായി സണ്ണി എം കവിക്കാട് ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിറഞ്ഞു നിൽക്കുന്നൊരു കാലഘട്ടമാണിപ്പോൾ. ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി അദ്ദേഹത്തെ നോക്കിക്കാണുന്നത്, കേരളവും അദ്ദേഹത്തെ ആ നിലയിൽ നോക്കിക്കാണുന്ന സാഹചര്യത്തിലേക്ക് 2026 കടന്നു വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് സത്യത്തിൽ ഞങ്ങളെല്ലാം നിൽക്കുന്നത്.
അതിൽ ബഹുമാനപ്പെട്ട മോൻസ് ജോസഫ് അടക്കമുള്ള ആളുകൾ നേതൃത്വപരമായി പങ്കുവയ്ക്കും എന്നും കൂടി ഞാൻ കരുതുകയാണ്. കാരണം ഈ സമൂഹത്തിനിടയിൽ അവരുടെ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുവാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരമുണ്ടാക്കുവാൻ, അത് അവതരിപ്പിക്കാൻ കഴിയുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നൊരു കാലഘട്ടമാണ്. രംബുജാഷ് ഇവിടെ ഉണ്ട്, അവരെ വിസ്മരിച്ചുകൊണ്ടല്ല. അതിനപ്പുറത്തോട്ട് ഈ സമൂഹത്തെ മുഖ്യധാരയിലെത്തിക്കുന്നതിനും രാഷ്ട്രീയ അധികാരത്തിലെത്തിക്കുന്നതിനും അവരുടെ വിഷയങ്ങൾ പറയേണ്ട സ്ഥലങ്ങളിൽ പറയുന്നതിനും പറ്റുന്ന ആളുകൾ യഥാർത്ഥത്തിൽ നിയമസഭയിൽ ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. അത്തരം ആളുകൾ എത്തിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ കൂടി കൊച്ചേട്ടൻ്റെ പുസ്തക രചനയിലൂടെ ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ തുടിക്കുന്ന ഈ നല്ല മുഹൂർത്തം, അദ്ദേഹം നമ്മളില്ല എന്നുള്ളതൊരു വലിയ നഷ്ടമാണ്. 2024 ഞാൻ പ്രദാനം ചെയ്യുന്ന CSTS നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം അദ്ദേഹത്തിന് സമർപ്പിക്കുകയുണ്ടായി. വളരെ ക്ഷീണിതരാണെങ്കിലും അദ്ദേഹം അവിടെ വരികയും കോട്ടയത്ത് വെച്ച് ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ള ആ പുരസ്കാരം ഏറ്റുവാങ്ങുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ ഉഗ്രമായൊരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഈ നാടിൻ്റെ ജന്മാവകാശം വീണ്ടെടുക്കുവാനുള്ള ധീരമായ സമര പോരാട്ടങ്ങൾക്ക് നിങ്ങൾ നേതൃത്വം കൊടുക്കണം. ഇന്നും ഈ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ നിരവധിയായ വിഷയങ്ങൾക്ക് ഉണ്ടാകാതെ നിൽക്കുന്ന ഈ അവസരത്തിൽ അതിനൊരു പരിഹാരമുണ്ടാക്കിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയണമെന്നുള്ള ഒരു വലിയ സന്ദേശമാണ് നൽകിയത്. അത് കേരളത്തിൻ്റെ മണ്ണിൽ പൂവണിയാൻ സഫലമാകുവാനുള്ള സമയം സമാഗതമായിരിക്കുന്നു. കൊച്ചേട്ടൻ്റെ മൂർച്ചയുള്ള വാക്കുകൾക്ക് കാതുറക്കുന്ന കേരള ജനത ഉയർത്തെഴുന്നേൽപ്പിൻ്റെ മറ്റൊരു പൊയ്മുഖം തുറക്കേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണയെ ഞാൻ പ്രത്യേകം പുതുക്കുകയാണ്. നമ്മളിൽ നിന്നും അദ്ദേഹം ഇന്ന് വിട്ടുപിരിഞ്ഞിട്ട് ഒരു വർഷം ഒരാണ്ട് പിന്നിടുകയാണ്. ഞാൻ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ പങ്കുവയ്ക്കുന്ന ഒരാളാണ്. എൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും അദ്ദേഹം മാർഗദർശിയാണ്. ഒരിക്കലും മറക്കാത്ത ഓർമ്മകൾ എന്ന് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടുള്ള പൊതുപ്രവർത്തന രംഗം അദ്ദേഹത്തെ സാക്ഷി നിർത്തി തുടരുവാൻ തന്നെ വീണ്ടും തീരുമാനിക്കുന്ന ഈ നല്ല സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ ഒരിക്കൽ കൂടി സ്മരിച്ചുകൊണ്ട് ഈ 1ാം ചരമവാർഷികം ഇത്ര വിപുലമായി സംഘടിപ്പിക്കുന്നതിനടുത്തും കൊടുത്ത സംഘാടക സമിതിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അവരുടെ വേദനയിൽ, അവരുടെ നഷ്ടത്തിൽ, അവരുടെ നഷ്ടം നാടിൻ്റെ നഷ്ടമാണ്. അവരുടെ നഷ്ടം പാർശ്വവൽക്കരിക്കപ്പെട്ട മുഴുവൻ ആളുകളുടെയും നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ നഷ്ടം സാഹിത്യ ലോകത്തിനാകെ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ നഷ്ടം ജനാധിപത്യ വിശ്വാസികൾക്കാകെ ഒരു നഷ്ടമാണ്. ആ നഷ്ടം ഓർമ്മകളിലൂടെ വീണ്ടെടുക്കാൻ കഴിയട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ആ സ്മരണ പുതുക്കിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം, ജയ് ഭീം.